നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇനിയൊരു ചോദ്യം ചെയ്യലിന് ഇഡി അവസരം കൊടുക്കില്ല. ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അടുത്ത ദിവസം അറസ്റ്റ് ചെയ്ത് പ്രതിപട്ടികയിൽ പേര് ചേർക്കും. വീണയെ ജാമ്യത്തിൽ വിടുമോ ജയിലിലേക്ക് വിടുമോ എന്നത് അറിയേണ്ടതുള്ളൂ. പല ഘട്ടങ്ങളിലായി മണിക്കൂറുകളോളം തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തിട്ടും വീണ ഇഡിക്ക് ഉത്തരം നൽകിയില്ല. പല ചോദ്യങ്ങൾ പരസ്പര വിരുദ്ധമായ മറുപടി നൽകി അന്വേഷണ സംഘത്തെ കറക്കി. പല ചോദ്യങ്ങൾക്കും അറിയില്ലെന്നായിരുന്നു മറുപടി. പകൽക്കൊള്ള സംബന്ധിച്ച് വീണയ്ക്ക് കരിമണൽ കമ്പനി ഇഷ്ടദാനം പോലെ പണം നൽകിയത് പിണറായി വിജയനുള്ള ഉപഹാരമായിരുന്നുവെന്ന് ഇഡി വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വീണയ്ക്ക് CMRൽ നിന്ന് ലഭിച്ച പണത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള മൊഴികളിൽ വ്യക്തതയില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. CMRൽ ഉന്നതരുടെയും വീണയുടെയും മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ഇഡി പറയുന്നത്. ആ നിലയിൽ വീണയുടെ മൊഴി തൃപ്തികരമല്ലാത്തതിനാൽ നിയമ നടപടികൾക്ക് മാത്രമേ സാഹചര്യമുള്ളൂ. കേസിൽ 2 തവണയായി 19 മണിക്കൂറോളമാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. എന്നാൽ CMRൽ നിന്നും ലഭിച്ച 2,78,00,000 രൂപയുടെ വിനിയോഗത്തിൽ വ്യക്തത വന്നിട്ടില്ല. വീണ ഈ പണം എങ്ങനെ ചിലവഴിച്ചു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. വീണ ധരിക്കുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം, വജ്രാഭരണങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ഇത് കേരളത്തിലെ മുൻനിര ആഭരണ കട ഉടമകൾ സമ്മാനം കൊടുത്തതാണെന്ന് ഇഡി കരുതുന്നു. വിജയന്റെ ഭാര്യയും മകളും യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ലേഡീസ് ബാഗിനും 10,000 വിലയുള്ളതാണെന്ന് ആരോപണങ്ങളുണ്ട്. വീണയുടെ സ്വത്തുക്കളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. യാതൊരു പ്രവൃത്തി പരിചയമില്ലാഞ്ഞിട്ടും CMRൽ കമ്പനിയുടെ കരാർ വീണയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്നതിലാണ് പ്രധാനമായും അന്വേഷണം നടത്തിയത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് വീണയും എക്സാലോജിക്കുമായി CMRൽ കരാറിൽ എത്തുന്നതെന്നും പിണറായി കൈവിട്ട സഹായം കരിമണൽ കമ്പനിക്ക് നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. CMRൽ കമ്പനിയുടെ 182 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് ഇഡിയുടെ നിലപാട്. CMRൽ കമ്പനിയും വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഔദ്യോഗികമായി 54 വോള്യങ്ങളിലായി 15,000 പേജുകളിൽ 134 രേഖകൾ ഉൾപ്പെടുന്നതാണ്. SFIOക്ക് വീണ നൽകിയ മൊഴി, CMRൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ, എക്സാലോജിക്കും CMRലും തമ്മിലുള്ള കത്തിടപാടുകൾ, കരാറുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് CMRൽ 1,72,00,000 രൂപ നൽകിയത് എന്തിനെന്നാണ് ഇഡിയുടെ നിർണായക ചോദ്യം. നിയമപരമായി അടിയന്തരമായി റദ്ദാക്കേണ്ടിയിരുന്ന ഖനന ലൈസൻസുകൾ 4 വർഷത്തോളം റദ്ദാക്കാതെ പൂഴ്ത്തിവെച്ചതിലൂടെ കരിമണൽ കർത്തയ്ക്ക് 1,600 കോടി രൂപയുടെ അനധികൃത വിറ്റുവരവിനാണ് ഒന്നാം പിണറായി സർക്കാർ വഴിയൊരുക്കിയത്. ഇതിന് പകരമായാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പ്രതിമാസ ലക്ഷങ്ങൾ മാസപ്പടിയായി ഒഴുകിയെത്തിയതെന്നാണ് SFIO അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. തീരദേശത്തെ കരിമണലിൽ ആണവ ധാതുക്കളുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അവിടെ സ്വകാര്യ കമ്പനികൾ ഖനനം നടത്തുന്നത് കേന്ദ്രം പൂർണ്ണമായി നിരോധിക്കുകയും അധികാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലും കേരള തീരത്ത് ഖനനം നടത്തുന്നതിൽ സ്റ്റേ ഓർഡർ നൽകാൻ പിണറായി താൽപര്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യം കേസ് അന്വേഷണ പരിധിയിൽ വന്നാൽ പിണറായി വിജയനും അറസ്റ്റിലാകും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ കേസിൽ പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ജൂലൈ മാസം പിണറായിക്ക് അതിനിർണായകമായിരിക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് പരമാവധി 1-2 ആഴ്ച കൂടി ഇരുന്ന് വാഴാനുള്ള സാഹചര്യമേ നിലവിലുള്ളൂ. കരിമണൽ കർത്തയ്ക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകിയ 4 വർഷത്തെ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ബംഗളൂരു ആസ്ഥാനമായുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് കരിമണൽ കമ്പനിയിൽ നിന്ന് മാസാമാസം പണം ലഭിച്ചു തുടങ്ങിയത്. യാതൊരുവിധ സേവനങ്ങളും നൽകാതിരുന്നിട്ടും വീണ വിജയന് വ്യക്തിപരമായി പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക് കമ്പനിക്ക് പ്രതിമാസം 3 ലക്ഷം രൂപയും വീതം നൽകിക്കൊണ്ടിരുന്നു.